ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. ഞാനിന്ന് രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് നമുക്ക് കുറേ ചപ്പച്ചവറുകൾ തൂത്ത് കളയാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാനെ കൊണ്ടും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ മുറ്റത്തുള്ള പോച്ചകളൊക്കെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ പറിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 4 സൈഡിലും പോച്ചയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് നമ്മൾ ഒരുവിധമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ബാക്ക് വശവും കൂടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ തലേന്ന് ഇന്നലെ തന്നെ നമ്മൾ പോച്ചയൊക്കെ ചെത്തി ഇങ്ങനെ ഉണങ്ങാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ ഒന്ന് തൂത്തെടുക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ തൂത്തങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വെയിലിന് മുമ്പ് നമ്മുടെ പണി കഴിയുമല്ലോ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് തൂത്ത് മാറ്റുകയാണ്. കരിയിലായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ മുറ്റം നിറയെ പോച്ച കയറി കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളതെല്ലാം ഒന്ന് ഓക്കെ ആക്കി എടുത്തു. അപ്പോൾ അതവിടെ ഇവിടെ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മളതൊന്ന് തൂത്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡെല്ലാം അത്യാവശ്യം നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട്. നമ്മുടെ മുറ്റത്തൊക്കെ ചപ്പും ചവറുമൊക്കെ കിടക്കുമ്പോൾ അതുങ്ങളുടെയൊക്കെ ഒന്ന് തൂത്ത് മാറ്റി ഒന്ന് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയും ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതേ ആ ഒരു ചെടിയുടെ ഭംഗിയും നമ്മുടെ വീടിൻ്റെ ഭംഗിയൊക്കെ ടോട്ടലി മാറിപ്പോവുക. അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് തൂത്ത് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു ചൂലുണ്ടായതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല, പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ കഴിയും കേട്ടോ. നമുക്കിങ്ങനെ ഇടുന്ന ചെറിയൊരു ചൂല് കൊണ്ട് ഇങ്ങനെ കുനിഞ്ഞിടന്ന് തൂക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നോക്കിക്കേ എന്ത് ഭംഗിയായി നോക്കിക്കേ. ആ മുറ്റത്തെ പോച്ചയും കാടും പടലും ഒക്കെ പോയി വൃത്തിയാക്കിയപ്പോൾ തന്നെ ഏകദേശം ഓക്കെ ആയി അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വ്ളാത്താങ്കര ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിത്തും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളൊക്കെ ഒന്ന് പാവുന്നതാണ് കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ട്രേ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്ന ട്രേ ഇല്ലേ, ആ ഒരു ട്രേ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ വലയിട്ട് കൊടുത്താലും മണ്ണൊന്നും താഴോട്ട് പോയില്ലല്ലോ. നമ്മുടെ കിണറിന് ഇട്ടിരുന്ന പഴയ വലയാണ്. ആ ഒരു വല നമ്മൾ കുറച്ച് കീറി എടുക്കുന്നുണ്ട്. അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കഴിഞ്ഞിരുന്നാൽ പിന്നെ മണ്ണ് താഴോട്ട് പോകത്തുമില്ല. അപ്പോൾ അതിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുമല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കീറിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ നോക്കിക്കേ, ഇത് നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സിനകത്ത് നമ്മൾ വളമാകാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏകദേശമൊക്കെ ഒന്ന് വളമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ഇതേ കണ്ടില്ലേ, ഈ ഒരു ട്രേക്കകത്ത് നമ്മൾ ആ ഒരു വലയിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വെച്ചിരിക്കുന്ന വളങ്ങൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതായത് നമ്മുടെ ഉണങ്ങിയ കരിയിലയും പോച്ചയും എല്ലാം കൂടെ ഒന്ന് ആദ്യമേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു വല ഇട്ടിരിക്കുന്നത്. ആ വല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സാധനങ്ങളൊന്നും ആ ഒരു ഹോളിൽ കൂടെ ഒന്ന് താഴോട്ട് പോകത്തില്ലല്ലോ, അത് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഉണങ്ങിയതിനിട്ട് കൊടുത്തതിൻ്റെ മണ്ടയിൽ നമ്മൾ കുറച്ച് പച്ച പോച്ചകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് അവിഞ്ഞോളുമല്ലോ, അവിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് താനേ വളമായി മാറിക്കോളും. അങ്ങനെ നമ്മൾ അവിടെ കിടക്കുന്ന കരിയിലയും ചപ്പും ചവറും ഒക്കെ ഒരു വിധമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ബോക്സ് ഏകദേശം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വെച്ചിരിക്കുന്ന അതിനകത്തു നിന്നുള്ള കുറച്ച് വളങ്ങൾ, ആ വളം നമ്മളിപ്പോൾ ഏകദേശം 4 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വളവാകാൻ വെച്ചിട്ട്. നമ്മുടെ ആ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ തന്നെ, പച്ചക്കറികളുടെ വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും അടുക്കളയിൽ എന്തൊക്കെ വേസ്റ്റുകളുണ്ടോ ആ വേസ്റ്റുകൾ മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കരിയിലകളും പച്ച പോച്ചയും ഒക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വളമായിക്കോളും കേട്ടോ. ആ ഒരു വളമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചകിരിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണി ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമ്മൾ 2 വളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വളം എന്ന് പറയുന്നത് നമ്മുടെ വാഴ, കിളിച്ച വാഴ, അതായത് കിളിച്ച് വരുന്നില്ല, നമ്മൾ തൈ വെച്ച് കിളിച്ച് വരുന്നതിനുള്ള വളവും, പിന്നെ കവറിലുള്ളതെന്ന് വെച്ചാൽ കിളിച്ചതിനകത്ത് അതായത് വാഴക്കൊല വന്നതിനും ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ 2 വളവും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച ചകിരിച്ചോറെന്ന് പറയുന്നത് അതിൻ്റെ കവറുകളൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ വെള്ളം കുറേച്ച് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ കുതിർന്ന് വരുവേ. അപ്പോൾ ഇങ്ങനെ കുറേച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് കുറേച്ച് തട്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമൊന്നും ഇരുന്ന് നമ്മൾ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ പെട്ടെന്ന് പോസിബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് പാടാണിത് ചെയ്യാൻ. കാരണം ഇതിങ്ങനെ കുതിർന്ന് വന്ന ആ വെള്ളം അടിത്തട്ടിലോട്ട് എത്തിയെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുതിർന്ന് കഴിഞ്ഞത് പെട്ടെന്ന് കേട്ടോ കയറി വലുതാവുന്നേ. ഇതിനെ ഇങ്ങനെ നോക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ചകിരിച്ചോറ് തന്നെ കിട്ടും കേട്ടോ. ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്ത് മണ്ണും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വളം എന്നും അങ്ങനെ തന്നെ അതിനകത്ത് ഇങ്ങനെ കാണുവേ. ഇങ്ങനെ കുതിർന്ന് കിടക്കും തോറും നമുക്ക് മണ്ണിങ്ങനെ തറഞ്ഞു പോകത്തില്ല കേട്ടോ. ഇങ്ങനെ ഇളകി തന്നെ മണ്ണുകൾ കിടന്നോളും. അങ്ങനെ നമ്മളതൊരു ചരുവത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് 1/4 ഭാഗം പോലും എടുത്തിട്ടില്ല, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ നമുക്ക് ഒരുപാട് നടാനുള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഇങ്ങനെ തട്ടി എടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് നമ്മളത് തട്ടി ഒരുവിധം എടുക്കുന്നുണ്ട്. വീണ്ടും ആ തട്ടി ഇട്ടതിനകത്തോട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം എടുത്ത് അതിനെ ഇങ്ങനെ കുറേശ്ശെ ഒന്ന് കൂത്തെടുക്കുകയാണ് കേട്ടോ. കാരണം വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ കൂടുതലാവത്തുള്ളൂ.
അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഏകദേശമൊക്കെ അതിനെ ഒന്ന് സെറ്റാക്കി ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആ ഒരു ചരുവത്തിൻ്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഇപ്പോൾ കുതിർന്നങ്ങ് കയറിക്കോളും കേട്ടോ. കാരണം കുറച്ചേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേ കണ്ട ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കട്ടയുള്ള ചകിരിച്ചോറിനെ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ചരുവത്തിൻ്റെ കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ കാലിൽ കൂടുതൽ അരയോളം വരുമ്പോഴത്തേക്കും അത് ഇത്രയും പൊങ്ങി തന്നെ നിൽക്കും കേട്ടോ. അത് കുതിർന്ന് കയറുമ്പോഴത്തേക്ക് അങ്ങനെ ഈ ചകിരിച്ചോറിനെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ മണ്ണിങ്ങനെ ഇളകി കിടക്കുമല്ലോ, അങ്ങനെ അത് ഞാൻ ഏകദേശം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും നോക്കിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് കയറിയതുണ്ടോ, പാത്രത്തോളം കിട്ടിയിട്ടുണ്ട്. വീണ്ടും കുറച്ചും കൂടെ വെള്ളം നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്രത്തോളം ഇത് കുതിർന്ന് തന്നെ കയറും കേട്ടോ. എന്നാൽ ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ട, അപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഒരുമാതിരി ആയിപ്പോകും കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഇത്രയും എടുത്തതിന് നമ്മൾ ആ ഒരു ബക്കറ്റിൻ്റെ ഒരു കാൽ ഭാഗത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ഇത്രയൊന്ന് കുതിർന്ന് കയറി കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ നട്ടിരിക്കുന്ന അതായത് ഗ്രോ ബാഗിലും മറ്റും വെച്ചിരിക്കുന്നതിനകത്തും എല്ലാം നമ്മളിങ്ങനെ ചകിരിച്ചോറും വളങ്ങളും നമ്മുടെ പറമ്പിലുള്ള തന്നെ മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും മണ്ണ് ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മുടെ കൂടെ ഈ ഏകദേശം നമ്മൾ ഈ ഒരു ചകിരിച്ചോറും ഇട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിങ്ങനെ ഇളകി തന്നെ കിടന്നുള്ളൂ. നോക്കിയൊക്കെ അരപ്പാത്രത്തോളം ഇപ്പോൾ ഏകദേശം നമുക്ക് ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത മണ്ണാണ് ഇത്. ആ മണ്ണ് നമ്മുടെ താണ്ടാണ് ഈ ഒരു വേസ്റ്റ് ബിന്നിനകത്തോട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ചുരണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കല്ലും അങ്ങനെ വലിയ കല്ലായിട്ടുള്ളതെല്ലാം അങ്ങ് പോയിട്ട് മണ്ണിനെ മാത്രം നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ മണ്ണ് അരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളമൊക്കെ നനഞ്ഞ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് അത്യാവശ്യം വളങ്ങളൊക്കെ തന്നെ ചേർന്ന് നമ്മുടെ പറമ്പിൽ തന്നെ മണ്ണാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ മണ്ണുകൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു ബാസ്ക്കറ്റിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ വെച്ച് അരിച്ചരിച്ചെടുക്കുകയാണ്. അപ്പം വലിയ കല്ലും മണ്ണും വേസ്റ്റായിട്ടുള്ള നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അതിനകത്തോട് കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് അരിച്ച് നമ്മൾ ആ മണ്ണിനെ മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ അരിച്ച് വെച്ചിരിക്കുന്ന മണ്ണിനകത്തേക്ക് നമ്മുടെ കാൽസ്യത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ മണ്ണിനകത്തുള്ള ഈ ഒരു മണ്ണിനൊരു കാൽസ്യം അതിനൊരു വളക്കൂറും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളൊരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചകിരിച്ചോറും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നല്ല മാറ്റം വരുവേ. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ണുകൾ തമ്മിൽ കട്ട കുത്താതെ ഇളകി തന്നെ കിടന്നോളൂ. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്തോറും വീണ്ടും ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ ആ ഒരു ചകിരിച്ചോറ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നവർ കൂടിക്കൊണ്ടേയിരിക്കുമല്ലോ. ഇപ്പം തന്നെ നോക്കിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. മണ്ണ് കുറേശ്ശെ ഇട്ട് കൊടുക്കും. നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു പാത്രത്തിനകത്തോട്ട് ആദ്യമേ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, അതിനകത്തേക്ക് നമ്മൾ ആ ഒരു വല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് പിന്നെ നമ്മൾ കരിയിലകൾ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ പച്ച പോച്ചയായിരുന്നു ഇട്ട് കൊടുത്തത്. അതിൻ്റെ മണ്ടയിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ മണ്ണും കാൽസ്യത്തിൻ്റെ പൗഡറും പിന്നെ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കി നമ്മൾ ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ വ്ളാത്താങ്കര ചീരയുടെ വിത്ത് നമ്മൾ പാവി കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു കവറിലുള്ള വിത്തുകൾ മൊത്തം നമ്മൾ ഇതിനകത്ത് തന്നെ പാവി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിത് കിളുത്ത് വരുന്ന അതിൻ്റെ വിത്തുകളൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് പിരിച്ച് നടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അങ്ങനെ ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ രണ്ടാമത്തെ ട്രേ എടുത്ത് സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും ആ ട്രേയിൽ ചെയ്തിട്ട് നമ്മൾ വെണ്ടക്കായുടെ വിത്തുകളാണ് കേട്ടോ നമ്മൾ നടുന്നത്. അതും നമ്മൾ ഇതിനകത്തെല്ലാം നമ്മൾ പാവി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അതും വിത്തുകളായി വരുമ്പോൾ നമുക്ക് പിരിച്ച് നടാമല്ലോ. അങ്ങനെ വീണ്ടും നമ്മളൊരു ചെടിച്ചട്ടി എടുത്തിട്ട് വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് നമുക്കൊരു മാങ്ങയുടെ ഒരു വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഒരിനത്തിലൊരു മാങ്ങ തന്നെയാണ്. ആ മാങ്ങയുടെ വിത്തും കൂടെ നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും തൈയായി കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറമ്പിൽ നടാൻ സ്ഥലമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ ട്രേകളിലോ അതും അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഇത്തരം മണ്ണുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്താൽ തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ പാകി വെച്ചതിനകത്തെല്ലാം നമ്മൾ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്തായാലും പുതിയ ആൾക്കാരല്ലോ, അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ തുടങ്ങാമല്ലോ. സാധാരണ ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ പാവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ നമ്മൾ നട്ടുവെച്ചിട്ടുണ്ടായിരുന്ന വിത്തുകളൊക്കെയാണ് കേട്ടോ, ബീട്രൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഫ്ലവർ ബൂസ്റ്ററാണ് കേട്ടോ.
ഈ ഒരു ബൂസ്റ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചെടികൾക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ വരുന്ന കായുടെ ഫലങ്ങളൊക്കെ കൂടുതലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളകിനൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്കാണ് കേട്ടോ. ചെടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കിഡിനും മറ്റും നമ്മളിത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്തായിട്ട് പൂക്കൾ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ഗ്രോത്ത് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് പറയുന്നതായിരിക്കും. കുറേ ചെടികളൊക്കെ പൂക്കാതെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും അവർക്കൊക്കെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ ഇതിനകത്ത് പൂക്കൾ വരുന്നുണ്ടോ ഇല്ലയോ നമുക്കിത് കാണുമ്പോൾ അറിയാമല്ലോ. എന്തായാലും ഞാൻ അപ്ഡേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉള്ള പച്ചക്കറികൾക്ക് മറ്റും നമ്മൾ ഇനി അടിക്കാനുണ്ട്. അത് നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് രാവിലെ തുടങ്ങി പണിയാണേ, കുറേ ആയി കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് കണ്ടോ പോച്ചകളൊക്കെ കയറി കിടക്കണം. ഇനി നമുക്ക് ഇവിടെ എല്ലാം നാളെ വൃത്തിയാക്കണം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറികൾ കൂടെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാനുണ്ട്. അവർക്കും എല്ലാവർക്കും നമുക്ക് ഈ ഒരു ബൂസ്റ്റ് ഒരു സ്പ്രേ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ചെടികൾക്ക് മറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോസുകൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ബായ്.